പൗർണമി അരിയാണ്, കഞ്ഞിക്കുള്ള പൊട്ടി അരിയാണിത്, പൊടിയരി എന്ന് പറയും. ഇത് പൗർണമി അരി, ഇത് 50%. ഇത് ചോറും കഞ്ഞിയൊക്കെ ഉണ്ടാക്കാം, നല്ല ടേസ്റ്റുള്ള അരിയാട്ടത്. ഇത് പൗർണമിയുടെ പുതിയ നെല്ലിൻ്റെ അരിയാണ്. ഇത് കഞ്ഞി കുടിക്കുക ഇതുപോലത്തെ ഒരു മുതൽ വേറെ ഇല്ല. ആ പഴയ കാലത്തെ കഞ്ഞി കുടിക്കുമ്പോൾ ആ അരിയുടെ സ്മെല്ല് നമുക്ക് കിട്ടുന്നതാണ്. ഇത് ഇത് ഫുള്ള് തവിട് കളഞ്ഞതാണ്. തവിടില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ചിലവർക്ക് തവിട് കാണുമ്പോൾ അലർജിയാണ്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വെക്കണതാണ് ഇതൊരു 40% തവിടുള്ളോട്ടെ, കണ്ടില്ലേ? ഉമ അരിയാണ്. ഇത് ചെറുമണിയല്ല ഇത് രക്തശാലി നെല്ലിൻ്റെ അരിയാണ്. ആയുർവേദ ഗുണത്തിൽപ്പെട്ടാണ്. വളരെ ഗുണകരമായൊരു രക്തശാലി അരിയാണ്, കണ്ടില്ലേ? ഇതിൻ്റെ നീളം ഇത്ര, വളരെ ചെറിയ അരി രക്തശാലി. ഇത് നെല്ലിൻ്റെ അരിയാണ്. ചെറിയൊരു പൊടിച്ചത്. ഇത് ഉണക്കൻ്റെ അരിയാണ്. ഇത് വിഷുക്കട്ട, പായസം എന്നിവയ്ക്ക് ഉപയോഗിക്കട്ട. നെല്ലിൻ്റെ പച്ചരി കണ്ട, റെഡ് റൈസ് എന്ന് പറയും. ഇതാണ് എപ്പോഴും കഴിക്കേണ്ടത്. ഇതിൽ ഉമി മാത്രമേ കളഞ്ഞുള്ളൂ, തവിടാണ് മൊത്തം കാണില്ലേ റെഡ് റൈസ്. ഇപ്പം എപ്പോഴും മനുഷ്യന് കഴിക്കേണ്ട ഒരു അരിയാണിത്. തവിടില്ലാതെ കഴിക്കാതിരിക്കുക, തവിടുള്ളത് കഴിക്കുക, കണ്ടില്ലേ? ഇത് ജ്യോതി അരി. ഇത് 100% തവിടാണ്, കണ്ടില്ല? പുതിയ നെല്ലാണിത്. ഇതാണ് ശരി കഴിക്കാൻ. ഇത് കഴിക്കാൻ പറ്റില്ല, അപ്പോൾ ആദ്യമായിട്ട് കഴിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണിത്. അതുപോലത്തെ അരിയാണ് ഇത്. നെല്ല് ഉണക്കുന്ന സ്ഥലമാണ്. മീതെ വൈറ്റ് ഷീറ്റ് ഇട്ടിട്ട്, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വെയിൽ ഇതിലേക്ക് അടിക്കും. ഒരു മണുണ്ടല്ലേ? പുഴിഞ്ഞ മണുണ്ട്, കണ്ട? ഇതാണ് നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് ഇത്രയും പെർഫെക്ഷനോട് കൂടിയിട്ടാണ് ഇവിടെ നെല്ല്. ഇതിൻ്റെ കോണ്ടാക്ട് നമ്പർ അതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ചോദിക്കാം, അല്ലെങ്കിൽ ഞങ്ങളോട് ഡയറക്റ്റ് ചോദിച്ചിട്ടും നിങ്ങൾക്ക് അരി വേണമെങ്കിൽ വീട്ടോളിൽ എത്തിച്ചേരാം. അധികം ദൂരമില്ലാത്ത സ്ഥലങ്ങളിൽ നോക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ കൊറിയറിൽ അയച്ചു തരും. ഇതാണ് എന്നിട്ട് ഇതിലിട്ടിട്ട് പോകില്ല, ഒറ്റ പുഴുക്കണം. ഇതിലിട്ടിട്ട് പുഴുങ്ങും. ഇതിലിട്ട് പുഴുക്കുന്നില്ല, പുഴുങ്ങാളാണ്. കണ്ടില്ലേ? ഇതിലാണ് എത്ര ശതമാനം തവിട് വേണമെന്നുള്ളത് നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യും. 50% വേണോ, 100% വേണോ, തീരെ തവിട് കേട്ടോ, എല്ലാം അഡ്ജസ്റ്റ് ചെയ്യും. ഇത് നെല്ല് കുത്തിയ ഇതിലിട്ടിട്ട് കല്ലും നെല്ല് തിരിക്കണ മിഷീനാണ്.